ഗൈസ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇതെല്ലാം ഒരു പേരുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യുമ്പോ കുറെ ആൾക്കാരുണ്ടായിനി. ഇപ്പൊ 4 ആളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആടെ എത്തുന്ന എത്ര മണിക്ക് പോവാൻ തന്നെ നമ്മള് ഇപ്പൊ സമയം 10:57. ഇനി അടുത്തിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഓക്കെ ഗൈസ്. നമ്മള് ഒടുവെളുത്തിട്ട് എത്തിയിരിക്കുന്നു. 6 റൈറ്റ്. നിന്റെ റൈറ്റ് എന്റെ റൈറ്റാ? ഓക്കെ. ഒടുവെളുത്തിട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഒടുവെളുത്തിട്ട് വ്യൂ കാണിച്ചരാ. എവിടെ വ്യൂ? വ്യൂ ഇല്ല. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി. മല കയറാൻ തുടങ്ങി. എന്റെ മേളത്ത് എന്തെല്ലോ കഥ പറയാ. എന്തെല്ലോ കഥ പറഞ്ഞു വരുമ്പോ സ്പീക്കറിൽ എടുത്തിട്ട് വന്ന് സ്പീക്കർ എടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ച് സ്പീക്കർ എടുക്കാൻ വേണ്ടി കീന്നു. നമ്മളിതാ മേലെ കയറാൻ പോന്നു. ഞാനൊക്കെ ഓർമ്മ ഉണ്ടായിട്ടില്ല സ്പീക്കറിന്റെ കാര്യത്തില്. എപ്പോഴും എടുക്കുന്ന സാധനം നമ്മൾ എടുത്തിട്ട് നടക്കല്ലേ. എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. യെസ്. അപ്പം മല കയറട്ടെ. നമ്മള് ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിപ്പോയി 2 എണ്ണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓറും കൂടി വന്നിട്ട് വേണം മല കയറാൻ. എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 2.5-3 കിലോമീറ്റർ കയറാനുണ്ട്. കയറി കഴിഞ്ഞാൽ മേലെത്തും, അല്ലെങ്കിൽ പകുതിക്കിരിക്കും. അല്ല, ഞാൻ കയറിയിട്ട് പകുതിക്കിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നോക്കാം. സ്പീക്കർ എടുക്കാൻ പോയിട്ട് സ്പീക്കർ എടുത്തിട്ട് ഇവർ എത്തി. അപ്പോഴത്തേക്ക് സ്പീക്കർ അല്ല അവിടെ അല്ല ഗൈസ്. എടുക്കാൻ പോയ 2 ആൾക്കാർ തളർന്ന നായ്ക്കൾ. അയ്യോ പാവം. നമ്മുടെ മേലേക്ക് കയറട്ടെ ഗൈസ്. അയ്യോ തേനീച്ച. പോയി ഗൈസ്. അങ്ങനെ കാടുകൾ നിറങ്ങിയ വഴി. നല്ല രസമുണ്ട്. ഫുള്ള് കാട്. മഴയത്ത് ചിലപ്പോൾ മഴ കൊള്ളത്തില്ല. ആടെ നല്ല കോടയുണ്ട് ഗൈസ്. കോട കാണിച്ചരാം. ആടാ പോകുന്ന വഴിക്ക് ഒരു റൈറ്റ് സൈഡ് എടുത്താലുള്ളൊരു വ്യൂ ആണ് ഗൈസ്. ഇത് ഫുൾ കോടയാണ് ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷേ ആടെ ഒന്ന് ഗൈസ് വാട്ടർഫോൾ. അതിൻ്റെ ഒച്ച മാത്രം കേൾക്കുന്നുണ്ട്, വേറെ ഒന്നും കേൾക്കുന്നില്ല. പുറത്തൊന്നും ഈ വലിയ മല കയറണമെന്ന് പറയുന്നുണ്ട്. ഇതോൻ്റെ ആന വെള്ളം കുടിക്കുന്ന സ്ഥലം. ഫുദ്ദി എന്നിട്ട് എന്താ പറയാ? അതെ അല്ലേ, ആന മാത്രമല്ലേ കുടിക്കൂ. ഇനി വലിയ മല കയറുന്ന ഇവർ പറയുന്നത്. പക്ഷെ മലയുടെ അവസാനം കാണാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് നടക്കുന്നു. ഒരു കുഞ്ഞുറവ ഉണ്ട്. ഉറവയെന്നല്ല ഇവിടെ വേണമല്ലോ ഒരു ഉറവ. അതാ ആർദ്ര ഉറവ ഇവിടെ വരെ ഉണ്ട്. ആ ഉറവയെന്ന് എല്ലാവരും മുഖമൊക്കെ കഴുകി വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ച് ഫ്രഷായി. ഞാൻ ആദ്യം മേലെ കയറട്ടെ. ഓരോ വെള്ളച്ചാട്ടം കാണുന്നു, നമ്മൾ മുഖം കഴുകുന്നു. എന്നിതാ സ്റ്റെപ്പിട്ട വഴിയാ, പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കയറട്ടെ. നമ്മളങ്ങനെ കറക്റ്റ് നമ്മളെ ലൊക്കേഷനിലെത്തി. ഇപ്പോൾ കോട പോയപ്പോൾ ഇതാണ് അതിൻ്റെ വ്യൂ. ഈ സൈഡ് നോക്കാൻ കൊടുക്ക്. ഈ സൈഡ് ഇതാ വ്യൂ, അപ്പുറത്തൊന്നുമില്ല. കഴിഞ്ഞിട്ട് നമ്മൾ വന്നേ. അപ്പം എന്നും താഴേക്ക് പോകാമെന്നാ പറയുന്നത്. നമുക്ക് താഴെ നിന്ന് പോയി നോക്കാം. കമോൺ ഗൈസ്, ലെറ്റ്സ് ഫോളോ മീ. ഇവർ രണ്ടുള്ള സ്റ്റാമിന ഇല്ലാത്ത ഗൈസ്. ഇവർ രണ്ടാൾ തളർന്നിരിക്കുവാണ്. ഞാൻ താഴെ പോയിട്ടും വരുന്നത്. ഇത് കാപ്പിമലയാണ്. ഇപ്പോൾ 2 മണിത്തെ വെതറാണിത്.
ഫുള്ള് കോടലായിട്ട് ഫുള്ള് തണുപ്പാണ് ഇവിടെ. മസ്റ്റ് വിസിറ്റ് ആണ്. വീക്കെൻഡിൽ വന്നാല് വണ്ടി ടോപ്പ് വരെ കയറും. ഓക്കെ. ഒരു മനുഷ്യനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കോ? ചുണ്ടൊന്ന് ഒച്ചയാക്കിയേ. ദാ ഒച്ച കേൾക്കുന്ന ചുണ്ടന്റെ ഒച്ചയാണ് ഗൈസ്. അതിന് നടുക്കടി ഉണ്ട്. ഇതാടെ കണ്ട ഒരു മിന്നായം പോലെ കണ്ട, ഒരു മിന്നായം പോലെ തപസിരിക്കുന്ന മുനി പോലെ ഒരു ചെക്കൻ. അതാണ് ചുണ്ട്. ഇത് 2:30 ഗൈസ്. അപ്പൊ 2:30 ക്ലൈമറ്റ് ആയത്. ആ കോടേന്റെ അടക്ക് നമ്മളൊപ്പരം വന്ന ഒരു ചങ്ങായി ആടി ഇരിക്കുന്നുണ്ട്, അവനെ കാണുന്നില്ല. പിന്നെ ഇതെല്ലാം നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ ഒരു മഴ പെയ്യുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇപ്പോ വാഗമണ്ണും അല്ല, അങ്ങനത്തെ അറിയില്ല. ദിസ് ഈസ് നോട്ട് വട്ടവട, മൂന്നാർ. ദിസ് ഈസ് കണ്ണൂർ 2 PM. ഗൈസ് നമ്മളിപ്പോ എവിടെയുള്ള കാപ്പിമല. കാപ്പിമല. കാപ്പിമല 2 മണിന്റെ വെതറാണ് നീ കാണുന്നത്. 2 മണി 2 മണി വാച്ച് 2 മണി. നല്ല കോടയുണ്ട്, നല്ല കോടമഞ്ഞ്, നല്ല കോടയുണ്ട് ഗൈസ്. ഗായ്സ് ഇത് കണ്ണൂരാണ് വരുന്നത്. കണ്ണൂര് മഞ്ഞപ്പുല്ല് എന്ന് പറയൂ. മഞ്ഞപ്പുല്ല് മാത്രല്ല മഞ്ഞപ്പുല്ല് എന്നും പറയും. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് വീക്കെൻഡ് വരണം. വീക്കെൻഡ് വന്നാൽ ചിലപ്പോൾ നല്ല റഷ് ആയിരിക്കും. ഇങ്ങനെ വീക്ക് ഡേയ്സിൽ വരണം നമ്മൾ വന്നോല. അതാകുമ്പോൾ അധികം റഷ് ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മുതൽ വെള്ളി വരെ വരിക. പിന്നെ ഒരു പ്രശ്നമുണ്ട്, സ്പീക്കേഴ്സ് അലൗഡ് അല്ല. ആകെ പ്രശ്നം സ്പീക്കേഴ്സ് അലൗഡ് അല്ല, ഒന്നും പറ്റത്തില്ല. അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾ വരുമ്പോ അയാളെ സൂക്ഷിച്ചിട്ട് കൊണ്ടുവരും. നമ്മള് സ്പീക്കർ എടുക്കാൻ വേണ്ടി തിരിച്ചു പോയതാ. മോളിന് താഴെ പിടിച്ചു വെച്ചിട്ടുണ്ട് സ്പീക്കർ. സ്പീക്കർ അതിലെ കൊലടിക്കും. സ്പീക്കർ എടുക്കണം ഞാൻ അടുത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ്. അതിന് ബാക്കി ആഴ്ചകൾ കാണിച്ചു തരാം. ഇതൊരു കറങ്ങണതാടാ കാണുന്നുണ്ട്. നിങ്ങൾ കാപ്പിമലത്തെ കുരങ്ങനെ കണ്ടില്ല? കാപ്പിമലത്തെ കുരങ്ങനെ കാണണമെങ്കിൽ ഇന്ന് മതി. ഇതൊക്കെ ആളെ വീണ് ഇല്ലടാ. ബാക്കി നിങ്ങൾ പാടേ. പറയണ്ടേ മല ഇറങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്ത് മൊത്തത്തിൽ കുളിച്ച് ഗൈസ്. ജെവി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗോ ഗൈസ്? ഇതാണ് അവസ്ഥ. ഒന്ന് മഴ ഇറങ്ങിയതാ, മൊത്തം നന്നു കുളിച്ച്. ഇതൊക്കെ തുറന്ന് നമ്മള് മലയിൽ ഇറങ്ങി കരിയംസിൽ ഫുഡ് കഴിക്കാൻ മനസ്സിലാവുക. ഇപ്പൊ മഴ എന്നോട് നല്ല ഭയങ്കര തണുപ്പ് ഗൈസ്. ഇവരും കാണിച്ചുതരാം. നമ്മളുള്ളത് ഇപ്പം കരിയംസിൽ മന്തി തിന്നാണ് മനസ്സിലാവട്ടെ. അപ്പം മന്തി തിന്നുമ്പോൾ കാണിച്ചത് ഗൈസ്. ഹോട്ടലൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ പ്ലേറ്റിലേക്കും ചെസ്റ്റിലൊക്കെ പോയി ഗൈസ്. അപ്പൊ നമ്മളുള്ളത് ഗുണൈക്കാവാണ്. ഗുണൈക്കാവല്ല, കാപ്പിമല. കാപ്പിമല മഞ്ഞപ്പുല്ലൊന്നും 2-2.5 കിലോമീറ്റർ നടന്ന് കേറിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടാ. എന്റെ മേലെ കൊരങ്ങൻ കേറിയ പോലെ കേറാൻ നോക്കിയതാ. അയ്യോ 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 അയ്യോ. ഇതാണോ എനിക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഇല്ലല്ലോ.